السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم رب يسر ولا تعسر، رب زدنا علما وحلما عقلا وفهما وحدثا ورأيا وإيمانا كاملا. اللهم رب تمم بالخير والسعادة. يا سيدي يا رسول الله خذ بيدي ما لي سواك واحتمي بهماك. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും സ്വലാഹും നൽകുമാറാകട്ടെ. വിശുദ്ധമായ രാത്രിയിൽ, പരിശുദ്ധമായ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. വിശുദ്ധമായ ഹജ്ജിന്റെ പവിത്രമായ സമയങ്ങൾ എന്തുകൊണ്ടും ദുആഇന് ഉത്തരം കിട്ടുന്ന ഇജാബത്തുള്ള നല്ല സമയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മസ്അലകൾ എല്ലാം ഓർമ്മപ്പെടുത്തി എന്നറിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഹദീസ്, ആ ഹദീസിന്റെ അവസാനം ഇസ്ലാമിക കാര്യം പറഞ്ഞ് അവസാനിക്കുന്നത് ഹജ്ജിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഹജ്ജ് ചെയ്യണം. അൽ ഹജ്ജു ഫീ ബൈത്തില്ലാഹിൽ ഹറാം ലിമൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ആരോഗ്യവും അവസരവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരാൾ നിർബന്ധമായും ചെയ്തിരിക്കൽ അനിവാര്യവുമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നത്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ അതിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബിമാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലത്തുള്ള സർവ മഹാരഥന്മാരും അതിനെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഹജ്ജ് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞു, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതവും 10 രാത്രിയും തന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ സൂക്തം സൂചിപ്പിക്കുന്നത് ഈ കഴിയുന്ന 10 രാത്രികളെയാണ്. ദുൽഹജ്ജിന്റെ 1 മുതലുള്ള 10 രാത്രികൾ ഏറെ പവിത്രമാക്കപ്പെടുന്നത് അതിൽ ഹജ്ജ് വരുന്നു എന്നതുകൊണ്ടാണ്. എന്തിനാണ് ഈ ഒരു കാലയളവ് അല്ലാഹു തആല അതിമഹത്വവും വിശിഷ്ടവുമായി മനുഷ്യരായ നമുക്കിടയിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്? അതിന്റെ അർത്ഥം, ഈ കാലയളവുകളെല്ലാം ഇസ്ലാം കാര്യം അനുഷ്ഠിക്കുന്ന, അനുശാസിക്കുന്ന എല്ലാം ഒത്തുവരുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഈ 10 ദിവസങ്ങളിലെ രാത്രികളെ വലിയ അമലുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സൂചിപ്പിച്ചത്, നിങ്ങൾ ഈ രാത്രികളിൽ നിന്ന് നിസ്കരിക്കണം, നിങ്ങൾ ഈ പകലുകൾ ഒരുപാട് നോമ്പെടുക്കണം, നിങ്ങൾ ഈ പകലുകളിൽ ദാനധർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്, നിങ്ങൾ ഈ പകലുകളിൽ സർവമാന നന്മകളും ചെയ്യണം, കുടുംബങ്ങളെ സന്ദർശിക്കണം, സൗഹൃദങ്ങൾ പുതുക്കി വെക്കണം, കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് കൈമാറുന്ന മഹനീയമായ സന്ദേശം ഈ 10 രാത്രികളിൽ, ഈ 10 പകലുകളിൽ, ഈ കുറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഹജ്ജടക്കമുള്ള അമലുകൾ ഈ 10 ദിവസത്തിനിടക്ക് നടക്കുന്നു എന്നാണ്. ഇസ്ലാം കാര്യത്തിലെ എല്ലാം നടക്കുന്ന കുറഞ്ഞൊരു സമയം, ആ ഒരു സമയമാണ് ഈ ഹജ്ജിന്റെ 10 ദിവസങ്ങൾ. നിങ്ങൾ നോക്കൂ, നോമ്പിൽ നമുക്ക് ഇസ്ലാം കാര്യം 4 കിട്ടും, ഹജ്ജ് കിട്ടൂല. ഹജ്ജടക്കമുള്ള കർമ്മങ്ങൾ വരുന്നത് എവിടെയാണ്? ഈ ദുൽഹജ്ജിന്റെ 1 മുതലുള്ള 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നല്ല പ്രാധാന്യം അതിന് കൊടുത്തിട്ടുണ്ട്. ഞാനടക്കമുള്ള നമ്മൾ ആ പ്രാധാന്യത്തെ വളരെ കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ നന്മകളെ ഉയർത്താൻ ആവശ്യമായ
കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. വരാം, എന്തുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിനെ കുറിച്ച് നമുക്ക് ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധമായ കഅബാലയം അത്രമേൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. നിങ്ങൾ നോക്കൂ, 5 വക്തിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മം, നിസ്കാരം, അത് കടന്നു പോകേണ്ടത് ഖിബില വഴിയാണ്. ഖിബില എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടേണ്ട നന്മകൾ മുഴുവനും കടന്നു വരുന്നത് ആ ഒരു പവിത്രയന്ത്രത്തിലൂടെയാണ്. നമ്മുടെ സുഹൃതങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു മഹനീയമായ സഞ്ചാരപഥം, അതാണ് വിശുദ്ധ കഅബാലയം. ആ കഅബാലയത്തെ ചുറ്റിപ്പറ്റി ആ കഅബാലയത്തുമായിട്ടായിരിക്കും നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ നന്മകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഒരു കഅബാലയത്തെ എല്ലാവരും വന്ന് സന്ദർശിക്കാൻ അല്ലാഹു തആല നിഷ്കർഷിക്കുന്ന ഒരു സമയം, ആ സമയത്തിൽ നടക്കുന്ന പ്രത്യേകമായ ഒരു കർമ്മം ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കഅബ എന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. വരാം, ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു ഹദീസിൽ കാണാം, അൽ ഹജ്ജു അറഫത്തു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. എന്താണ് ഹജ്ജും അറഫയും തമ്മിലുള്ള പ്രത്യേകത? ഹജ്ജിന്റെ കർമ്മങ്ങൾ, റുക്നുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അറഫയല്ലാത്തതൊക്കെ അത് ഹജ്ജിന്റെ അറഫയല്ലാത്തതെല്ലാം ഉംറയുടെ റുക്നുകളാണ്. അറഫയാണ് ഹജ്ജിനെ മാറ്റി നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അറഫ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് അറഫയെ സന്ദർശിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, അറഫ ഒരു വിശിഷ്ടമായ മൈതാനം, വിശുദ്ധ കഅബാലയവുമായി ചേർന്ന് കിടക്കുന്ന അടുത്തൊരു പ്രദേശം, ഹറമിന്റെ ഒരു ഭാഗം. എന്തിനാണ് അല്ലാഹു തആല ഈ ഹറമിൽ, ഈ അറഫ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് വലിയ പവിത്രത നൽകിയത്? അനവധി മഹാരഥന്മാർ ദുആ ചെയ്യുന്ന, അനവധി മഹാന്മാർ പ്രാർത്ഥനകൾക്ക് ഉത്തരം നേടിയ, നിരവധി സുഹൃതങ്ങൾ നടന്നുപോയ ഒരു മൈതാൻ. എന്തായിരുന്നു അതിന്റെ വലിയ പ്രത്യേകത? നിങ്ങൾക്കറിയാമോ? മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം അല്ലാഹു തആല ഭൂമിയിലേക്ക് അയച്ചു. ആദം സിലോൺ എന്ന് പറയുന്ന മലയിൽ, ശ്രീലങ്കയിലെ ഒരു മലയിലാണ് അവതരിച്ചതും അവിടെയാണ് ഇറങ്ങിയതെന്നും അനുമാനിക്കപ്പെടുന്നു. മഹദിയായ ഉമ്മ ഹവ്വ റളിയല്ലാഹു അൻഹ മറ്റൊരു പ്രദേശത്തും ഇറങ്ങുകയാണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു പ്രദേശം, അത് അറഫയാണ്. അവരങ്ങനെ സഞ്ചരിച്ചു, അങ്ങനെ കഅബാലയത്തിന്റെ അരികിൽ വന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വീണ്ടും പരസ്പരം കണ്ടുമുട്ടുന്നതും മനസ്സിലാക്കുന്നതുമായ പ്രദേശം അത് അറഫയാണ്. അതുകൊണ്ടാണ് പരസ്പരം തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി എന്ന അർത്ഥത്തിന് അറഫ എന്നൊരു പ്രയോഗം കടന്നു വന്നത് എന്നത് ചരിത്രത്തിലുണ്ട്. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം നടന്നുകൊണ്ട് 100-ലേറെ തവണകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രത്തിലുണ്ട്. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കതിന്റെ തെളിവുകൾ കാണാൻ കഴിയുന്നതാണ്. എല്ലാ അമ്പിയാക്കളും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാ വഹജ്ജ. ഒരു നബിയും ഹജ്ജ് ചെയ്യാതെ കടന്നുപോയിട്ടില്ല. എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വിശുദ്ധ കഅബാലയത്തിൽ വന്നിട്ടുണ്ടെന്നാണ് ഒരു പ്രസ്തുത ഹദീസിന്റെ നിദാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇസ്ലാം വരുന്നതിന് മുന്നേയും അതിൻ്റെതായ രൂപത്തിൽ ഹജ്ജ് നടന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിലുള്ളത്. വരാം, ഇത്രയേറെ മഹത്വം അറഫക്ക് അല്ലാഹു തആല കൊടുത്തു. കാരണം മഹാരഥന്മാർ കടന്നുപോയ വഴികൾ അവിടെയുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടിയ നിരവധി സംഭവങ്ങൾ അവിടെയുണ്ട്.
ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഹജ്ജ് അറഫയാണെന്നും അറഫ ഹജ്ജിന് മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയൊരു പ്രദേശമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഹബീബ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹജ്ജ് നടന്നു. ആ ഹജ്ജ് ഹജ്ജത്തുൽ വദാ ആയിരുന്നു. അതിന്റെ മുന്നെയോ അതിന്റെ ശേഷമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തിട്ടില്ല. അത് ഹജ്ജത്തുൽ വദാ ആകുന്നു ചരിത്രത്തിൽ ഉണ്ട്. ഈ ഹജ്ജത്തുൽ വദാഇന്റെ വലിയൊരു പ്രത്യേകത, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജിന് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഹജ്ജിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹജ്ജിന്റെ ദിവസത്തിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നബി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഹജ്ജിന്റെ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സംശയങ്ങൾക്കും അതിൽ മറുപടികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും പറയാതെ പോയിട്ടില്ല എന്നത് വലിയൊരു തങ്ങളുടെ വലിയൊരു പ്രാധാന്യമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ തങ്ങളരികിൽ ചെന്നു, തങ്ങളോട് ഞാനൊരു സംശയം ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാം, ഹജ്ജ് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ആ ഒരു സമയത്ത് തങ്ങളരികിൽ വന്നവർക്കെല്ലാം കൃത്യമായ മറുപടി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്യണമെന്നത് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് അറഫ നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയൊരു പ്രഭാഷണമാണ് ഖുത്ബത്തു അറഫ. അറഫയിൽ നിന്നുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ മഹനീയമായ ഒരു പ്രഭാഷണം ചരിത്രത്തിലുണ്ട്. നമുക്കതിൻ്റെ ഒരല്പം ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. കാരണം ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് എൻ്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിയണം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നുകൊണ്ട് ശബ്ദിച്ചിരുന്നത് തങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, തങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയുമായിരുന്നില്ല, തങ്ങളുടെ സമുദായത്തിനു വേണ്ടിയായിരുന്നില്ല, മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. ഇത്രയേറെ വർഷങ്ങൾക്ക് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിരുന്നത് തങ്ങൾ പിന്നിൽ നിന്നുകൊണ്ട് നയിച്ചിരുന്നത് മനുഷ്യ സമൂഹത്തിനായിരുന്നു. തങ്ങൾ വാർത്തെടുത്തിരുന്നത് ലോകത്തെ മുഴുവനും മാതൃകാപരമായി പിന്തുടരാൻ പറ്റുന്ന മഹനീയരായ അവിടുത്തെ മഹാരഥന്മാരായ സ്വഹാബികളെ വാർത്തെടുക്കുകയായിരുന്നു. തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയുന്ന മഹനീയമായ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. ഹജ്ജത്തുൽ വദാഇന്റെ ഒരല്പ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഐദ ഇബ്നു ഖാലിദ് എന്ന സ്വഹാബി ഇമാം അബൂ ദാവൂദ് അവിടുത്തെ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംദ് പറയുന്നു, സ്വലാത്ത് പറഞ്ഞു, അല്ലാഹുവിന് സ്തുതികൾ അർപ്പിച്ചിട്ട് പറയുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ അഭിസംബോധന പോലും നടക്കുന്നത് മനുഷ്യരെ എന്ന ഒരൊറ്റ വചനത്തിലാണ്. വിശ്വാസികളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, മുഅ്മിനുകളെ എന്നല്ല, മറിച്ച് മനുഷ്യരായി പിറന്ന ഓരോ ജീവനോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിസംബോധന. അതാ അവിടെ ഉള്ളവരോടും ഇനി വരാനിരിക്കുന്നതുമായ സർവ മനുഷ്യരോടുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനമാണ്. ഇന്ന ദിമാഅക്കും അംവാലക്കും അലൈക്കും ഹറാമുൻ ഇലാ അൻ തൽഖൂ റബ്ബക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ഷഹ്രിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. ഈ വിശുദ്ധമായ നാട്ടിൽ, ഈ മഹനീയമായ രാവിൽ, ഈ മഹനീയമായ ദിവസത്ത്, ഈ പരിശുദ്ധമായ നാട്ടിൽ, സമയത്തിൽ, മാസത്തിൽ നിങ്ങൾക്ക് പലതും നിഷിദ്ധമാക്കിയതുപോലെ തന്നെ നിങ്ങളുടെ അതല്ലാത്തതായ സമ്പത്ത്, നിങ്ങളുടേതല്ലാത്തതായ അർഹിക്കുന്നതല്ലാത്ത രക്തം, ഇതെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്യന്റെ സമ്പത്ത് നിങ്ങൾക്ക് അനുവദനീയമല്ല, അന്യന്റെ രക്തം അത് നിങ്ങൾക്ക് അനുവദനീയമല്ല. നിങ്ങൾ ഒരിക്കലും ആക്രമിക്കരുത്, പ്രീണനങ്ങൾ അനുഭവിക്കുന്നവരായി മറ്റുള്ളവരെ നിങ്ങൾ മാറ്റിയെടുക്കരുത്, കൊടിയ കൊലപാതകങ്ങൾ ചെയ്യുന്നവരായി നിങ്ങൾ മാറരുത്. കാരണം സമയം പലതും കഴിഞ്ഞു പോയേക്കാം.
വഇന്നകും സതൽഖൂന റബ്ബക്കും ഫയസ്അലുക്കും അൻ അമാലിക്കും. നിങ്ങളുടെ സുഹൃതങ്ങൾ, നിങ്ങളുടെ നന്മകൾ, ചെയ്തികൾ ഇതെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു അവസരത്തെ നിങ്ങളുടെ റബ്ബ് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അടിമകൾ ഉടമയോട് നീതി കാണിക്കുക എന്നൊരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്? കാരണം മനുഷ്യൻ അലച്ചയോടെ നടക്കുന്നത് അന്യന്റെ മുതൽ അടിച്ചു മാറ്റാനാണ്. കാരണം ഇവനെതിരെ നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവനെ അടിച്ചു തമർത്താനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു കാലഘട്ടം, ഒരു പ്രേത സ്വഭാവത്തിലേക്ക് മനുഷ്യർ മാറുന്നു. നിങ്ങൾ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ചെന്നു നോക്കൂ. അന്യന്റെ മുതൽ അത് ഇല്ലായ്മ ചെയ്യുന്നു, അത് കയ്യിലാക്കുന്നു. തനിക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നു, കൊലവിളി നടത്തുന്നു, മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നു, തലമുറകളെ വരെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ അല്ലാതെയായി മാറുന്നു എന്ന. അത് ഏത് സമൂഹത്തിലുള്ളവർ ചെയ്താലും, മുസ്ലിം സമൂഹത്തിലായാലും ഹൈന്ദവനായാലും ക്രിസ്ത്യനായാലും ആരായാലും ഒരു നിലക്കും അനുവദിച്ചുകൂടാ എന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വഖദ് ബല്ലഗതു, നിങ്ങൾ ഓർക്കണം, ഞാൻ നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു മെസ്സഞ്ചർ മാത്രമാണ്. ഉത്തരവാദിത്വം കൃത്യമായി ഞാൻ നിർവഹിച്ചിരിക്കുന്നു. നിങ്ങൾ അതിനെ നന്നായി അടയാളപ്പെടുത്തി നിങ്ങൾ നന്മ ഉള്ളവരായി മാറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിന്നെയോ ഫമൻ കാനത്ത് ഇൻദഹു അമാനത്തുൻ ഫലിയറുദ്ദുഹാ ലിമൻ ഇത്തമനഹു അലൈഹ, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ അധികാരത്തിൽ ആരുടെയെങ്കിലും അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിർവഹിക്കുക. അത് അർഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഉത്തരവാദിത്ത ലംഘനം നടത്തരുത്. കാരണം അലാ ഇന്ന കുല്ല ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി മൗദൂഉൻ തഹ്ത ഖദമി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നത്തെ ദിവസം ഈ കാൽപാദുകത്തിന് ചുവട്ടിൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, ഈ കാൽപാദുകത്തിന് ചുവട്ടിൽ ഞാൻ മുൻകാലത്തുണ്ടായിരുന്ന വൃത്തികെട്ട നീച പരിഷ്കാരങ്ങളെ, നീചത്വങ്ങളെ ഞാൻ ഇവിടെ അടിച്ചമർത്തുകയാണ്. ഇനി നിങ്ങൾ ഒരു കാലത്തും ഇരുണ്ട കാലത്തിന്റെ പ്രവണതകൾ ചെയ്യരുത്. കുട്ടികളെ കൊലപ്പെടുത്തരുത്, സ്ത്രീകളെ അപമാനിക്കരുത്, അന്യനെ വെറുതെ ആക്രമിക്കരുത് തുടങ്ങിയ പ്രവണതകൾ ഇതോടുകൂടെ നിങ്ങൾ നിർത്തണം. ആയാലും കുടുംബമായാലും പരിസരത്തുള്ളവരായാലും വ്യക്തികൾക്കല്ല പ്രാധാന്യം, ഇവിടെ സാമൂഹിക വ്യവസ്ഥിതികൾക്കാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അവ്വല ദിമാഅക്കും വദഅ, ഞാൻ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാളെ ഒരുത്തൻ കൊല ചെയ്തിട്ടുണ്ട്. ഇബ്നു റബീഅത്ത് ബിൻ ഹാരിസ് എന്നവരെ, ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവരെ കൊന്നിട്ടുണ്ട്. ആരാണ്? ഫഖതലതുഹു ഹുദൈൽ എന്നയാളും കൊന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരെ ആക്ഷൻ എടുത്തു. അതെന്തിനായിരുന്നു? ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിന്നു പോകാനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന കുല്ല റിബൻ മൗദൂഉൻ, മനുഷ്യരെ സാമ്പത്തികമായി തളർത്തുന്ന ചൂഷണമാണ് പലിശ. അതുകൊണ്ട് അതിനെ ഞാൻ നിർത്തലാക്കുകയാണ്. നിങ്ങൾ ഒരാളും പലിശക്ക് കൂട്ടുനിൽക്കരുത്. എനിക്ക് തരുന്ന സമ്പത്തിന്റെ ഒരല്പം കൂടെ അമിതമായി നൽകണമെന്ന ഡിമാൻഡ് വെച്ച് കൊടുക്കുന്ന ഇടപാടിനാണ് പലിശ എന്ന് പറയുന്നത്. അതിനൊരു നിലക്കും കൂട്ടുനിൽക്കരുത്. അത് ഇവിടെ ഞാൻ നിർത്തലാക്കുന്നു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വഇന്ന അവ്വല റിബൻ അളഉ റിബൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഉടമസ്ഥതയിൽ നടക്കുന്ന പലിശ ഇടപാടുകൾ, കരാറുകൾ ഇതോടുകൂടെ നിർത്തിയിരിക്കുന്നു. ഇനി ഒരു നിലക്കും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾ പലിശയുമായി സമീപിക്കാനോ അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കാനോ പാടില്ല. ഇതോടുകൂടെ നമ്മൾ അതിനെ നിർത്തലാക്കിയിരിക്കുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എത്ര മഹത്തരമാണ്. ചരിത്രത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ പിശാചിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ പിശാചിന്റെ കെണിവലകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും.
നിങ്ങൾ അതിൽ പെടരുത്, ബുദ്ധിയുള്ളവരായി മാറണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിന്നെയോ അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ വസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്ത്രീകൾ. അവർക്ക് നിങ്ങൾ ആവശ്യമുള്ളത് കൊടുക്കണം, അവർ നിങ്ങൾക്കും ചെയ്തു തരേണ്ടതുണ്ട്. നിങ്ങൾ അവർക്ക് കൃത്യമായി എല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിങ്ങൾ നിർവഹിക്കൂ. فإنهن عندكم عوان لا يملكن لأنفسهم شيئا وإنكم إنما أخذتموهن بأمانة الله واستحللتم فروجهن بكلمة الله. ഒരു വാചകം കൊണ്ട് റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് അവന്റെ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ആ സ്ത്രീ മുഴുവനും സമർപ്പിച്ചത്. അതുകൊണ്ട് പെണ്ണിനെ ആദരിക്കണം, പെണ്ണിന് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം, അവരെ നിങ്ങൾ വഞ്ചിക്കരുത്. വഞ്ചനകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അതുകൊണ്ട് സ്ത്രീക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫെമിനിസ്റ്റുകളൊക്കെ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സ്ത്രീ വിമോചകനായി ലോകത്ത് കടന്നു വന്ന ആദ്യ മനുഷ്യന്റെ പേര് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുന്ന കുട്ടി പെൺകുഞ്ഞാണെങ്കിൽ കുഴിമാടങ്ങൾ മാടി വിളിച്ചിരുന്നൊരു കാലത്ത് നിന്ന് സ്വർഗസ്ഥരാണെന്നും പറഞ്ഞ് സ്ത്രീനാരികളെ ശക്തിപ്പെടുത്തിയ, അവർക്ക് വേണ്ടി ശബ്ദിച്ച ഒരു മഹനീയ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ വലഹുന്ന അലൈക്കും ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരോട് ബാധ്യതയുണ്ട്, അവർക്ക് നിങ്ങളോടുമുണ്ട്. കൃത്യമായി അതൊക്കെ നിർവഹിക്കുമ്പോൾ പുഷ്പിക്കുന്ന ഒരു പുഷ്പത്തിന്റെ പേരാണ് ദാമ്പത്യം എന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായി ആ വിഷയത്തിൽ നന്മകൾ പാലിക്കണം, സൂക്ഷ്മതയോടുകൂടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങളെ ദോഷമായി ബാധിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി ലോകത്തോട് സംസാരിച്ചിരുന്നത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അടുത്തൊരു വചനമുണ്ട്, നിങ്ങൾ നിങ്ങളെ സ്ത്രീകൾ വഞ്ചിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ അവരുമായി ഒരാവശ്യവുമില്ലാതെ പിണങ്ങി നിൽക്കരുത്. അവർക്ക് ആവശ്യമുള്ള സമ്പത്ത് നിങ്ങൾ കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ കൊടുക്കണം. ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങളാണ്. ഫഅഖിലു അയ്യുഹന്നാസു ഖൗലി, നിങ്ങൾ ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഫഇന്നി ഖദ് ബല്ലഗതു, എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരൽ, അത് ഞാൻ നിർവഹിച്ചിരിക്കുന്നു. വഖദ് തറക്തു ഫീകും മാ ലൻ തദല്ലു ബഅദി അബദൻ, ഒരു കാലത്ത് നിങ്ങൾ നല്ല പദത്തിൽ നിന്ന്, നല്ല വഴിയിൽ നിന്ന് തെറ്റില്ലെന്ന്, വൈകേടിത്തരത്തിലാകില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങനത്തെ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഇട്ടേച്ചു പോവുകയാണ്. നിങ്ങൾ ആ രണ്ടു കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുക. ഏതാണത്? അത് കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നത്തി നബിയിഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തും അവന്റെ കിതാബുമാണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കൂ, ഒരു കാലത്തും നിങ്ങൾ വഴികേടിലാകില്ല എന്ന് വിശുദ്ധരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട ഒരു വചനം, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി വഅഖിലു, അല്ലയോ ജനങ്ങളെ എന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. തഅലമൻ അന്ന കുല്ല മുസ്ലിമിൻ അഖുൽ മുസ്ലിമിൻ, നിങ്ങളിൽ നിന്നുള്ള ഓരോ വിശ്വാസിയും മറ്റുള്ളവർക്ക് സുഹൃത്താണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അടുത്തൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിന്റെ രക്തത്തിൽ പിറന്ന സഹോദരനാണ്. അതിനിടയിൽ നിങ്ങൾ ഈ കേരളത്തിലുള്ളവൻ അങ്ങെത്രയോ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തുനിന്ന് ഒരു മനുഷ്യനെ കണ്ടു, അവൻ മുസ്ലിം ആണെങ്കിൽ നിന്റെ രക്തത്തിൽ പിറന്നവൻക്ക് സമാനമാണ്. ഇവിടെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായി ഒരു അഭേദ്യ ബന്ധങ്ങൾക്ക് ഒരിക്കലും അതിർത്തികൾ തടസ്സമല്ല, നിറങ്ങൾ തടസ്സമല്ല, ജാതികൾ തടസ്സമല്ല, ഭാഷകൾ തടസ്സമല്ല, ഒന്നുമേ തടസ്സമല്ല. നിങ്ങൾ പരസ്പരം സൗഹൃദം പുലർത്തുന്ന വിശ്വാസികളാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. നിങ്ങളിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ
ബിംബാരാധനകൾ നടത്തരുത്. അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് എത്തിച്ചു തന്ന മഹനീയമായ വഴി അതൊരു നിലക്കും നിങ്ങൾ മാറ്റിപ്പിടിക്കരുത്. ആ കൃത്യമായ ട്രാക്കിലൂടെ നിങ്ങൾ പോകണം. നോക്കൂ, വിശ്വാസികളായ നമ്മളൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വചനമുണ്ട്. ഇന്നത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും നമ്മൾ ആക്രമിക്കില്ല, ഒരാളെയും നമ്മൾ എതിർക്കില്ല, ഒരാൾക്കും നമ്മൾ ഭാരമാകില്ല, ഒരാൾക്കും നമ്മളൊരു ദോഷം ചെയ്യില്ല എന്നൊരു നല്ലൊരു ദൃഢനിശ്ചയം ശബ്ദം കേൾക്കുന്ന എല്ലാവരും എടുക്കണം. കാരണം നമ്മൾ ഇത്തരം സദസ്സുകൾ, ഇത്തരം ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നു നമ്മൾ നന്നാവുക, നമ്മൾ അതിലൂടെ ഉയരുക, വളരുക എന്നതല്ലേ. അതുകൊണ്ട് നമ്മുടെയൊക്കെ കൾച്ചർ, നമ്മുടെയൊക്കെ സംസ്കാരം അല്ലാഹു തആല നല്ല നിലക്കാക്കി തരട്ടെ. നമ്മുടെയൊക്കെ ഹുസ്നുൽ ഖുലൂഖിന്റെ നല്ല അനുഭാവികളായി അല്ലാഹു തആല ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.